ഹായ് ഓൾ, വെൽക്കം ടു കേറ്റോ ലേണിംഗ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം കൺസപ്ഷൻ കർവിൽ നിന്ന് എങ്ങനെയാണ് ഏംഗൽസ് കർവ് ഡിറൈവ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏംഗൽസ് കർവിനെ കുറിച്ചാണ്. അപ്പൊ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഇൻകം എഫക്റ്റും ഇൻകം കൺസപ്ഷൻ കർവിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഇൻകം കൺസപ്ഷൻ കർവ് കൊണ്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന മറ്റൊരു കർവാണ് ഏംഗൽസ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഇൻകം കൺസപ്ഷൻ കർവ് എന്നുള്ള ഡെഫിനിഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് പ്രീവിയസ് വീഡിയോയിൽ ഇത് ഡിസ്കസ് ചെയ്തതാണ്. അതൊന്ന് റിവൈസ് ചെയ്യാം. The income consumption curve is the locus of the equilibrium quantities consumed by an individual at different levels of income. Thus, the income consumption curve can be used to derive the relation between the level of consumer's income and the quantity purchased of a commodity by him. അപ്പം ബേസിക്കലി ഇൻകം കൺസംഷൻ കർവിൽ കാണിച്ചിരിക്കുന്നത് എന്താ? ഒരു കൺസ്യൂമറുടെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഇൻകത്തില് അയാൾ കൺസ്യൂം ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ഓഫ് കമ്മോഡിറ്റീസിനെയാണ്, അല്ലെങ്കിൽ അയാളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം പോയിന്റ്സിനെയാണ് ഇൻകം കൺസപ്ഷൻ കർവിൽ കാണിക്കുക. അപ്പൊ ഈ ഇൻകം കൺസപ്ഷൻ കർവിൽ നിന്നാണ് ഒരു ഏംഗൽസ് കർവ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ലോ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ലോയിലേക്ക് നമ്മൾ പറയുന്നത്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ലോ ഡിറൈവ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ലോ ഉണ്ടായത് 19th സെഞ്ചുറിയിലെ ഒരു എംപിരിക്കൽ ടെസ്റ്റിന്റെ ഭാഗമായിട്ടാണ്. ഏർണസ്റ്റ് ഏംഗൽ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സ്റ്റാറ്റിസ്റ്റീഷ്യന്റെ ഒരു എംപിരിക്കൽ സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് ഈ പർട്ടിക്കുലർ കർവ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ലോ ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. In 19th century, Ernest Engel made an empirical study of family budget to draw conclusions about the pattern of consumption expenditure, that is expenditure on different goods and services by the household at different levels of income. അപ്പം ഇവിടെ നടത്തിയ എംപിരിക്കൽ ടെസ്റ്റ് എന്തായിരുന്നു? ഏർണസ്റ്റ് ഏംഗൽ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ഏതാണെന്ന് ഒരു കൺസ്യൂമറുടെ അല്ലെങ്കിൽ ഒരു ഹൗസ് ഹോൾഡിന്റെ ഡിഫറെന്റ് ലെവൽ ഓഫ് ഇൻകത്തില് അയാളുടെ ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ഗുഡ്സിൽ ഉണ്ടാകുന്ന കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറിലെ ചേഞ്ചസിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പൊ ബേസിക്കലി ഏർണസ്റ്റ് ഏംഗലിന്റെ എംപിരിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത് ഏതാണ്? കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറും ഡിഫറെന്റ് ലെവൽ ഓഫ് ഇൻകത്തെ കുറിച്ചുമാണ്. അപ്പം ഈ എംപിരിക്കൽ സ്റ്റഡിയിൽ നിന്നുണ്ടായ പല റിസൾട്ടും സ്റ്റിൽ എന്താണ്? വാലിഡ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം. The conclusions he arrived at are still believed to be generally valid. According to Engel's studies, as the income of the family increases, the proportion of its income spent on necessities such as food, fall, and that spent on luxuries increases. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഏർണസ്റ്റ് ഏംഗലിന്റെ സ്റ്റഡിയിലെ കൺക്ലൂഷൻ എന്താണ്? ഒരു കൺസ്യൂമറുടെ ഇൻകം റൈസ് ചെയ്യുന്ന അനുസരിച്ച് ഈ നെസസിറ്റി ഗുഡിന് വേണ്ടി ഇയാൾ സ്പെൻഡ് ചെയ്യുന്ന കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്ത് സംഭവിക്കും? ഫോള് സംഭവിക്കും. അതുപോലെ തന്നെ ഇൻകം റൈസ് ചെയ്യുന്ന സമയത്ത് ലക്ഷറി ഗുഡുകൾക്കുള്ള കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യുന്നു. അപ്പം ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റഡിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺക്ലൂഷൻ ഇതാണ്: എപ്പോഴാണോ ഒരു കൺസ്യൂമറുടെ ഇൻകം റൈസ് ചെയ്യുന്നത്, ആ സമയത്ത് ഈ കൺസ്യൂമർ ഈ നെസസിറ്റി ഗുഡ് സച്ച് ആസ് ഫുഡ് ഐറ്റംസിൽ സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുന്നു? ഫോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ലക്ഷറി ഗുഡ്സിലുള്ള എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യുന്നു. On the other verse, the poor families spend a relatively larger portion of their income on necessities, whereas rich families spend a relatively larger part of their income on luxuries. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഈ പൂവർ ഫാമിലീസിനെ അപേക്ഷിച്ച് അവരുടെ ഇൻകത്തിന്റെ ഒരു നല്ല ശതമാനം അവരെന്തായാലും നെസസിറ്റി ഗുഡ്സിലായിരിക്കും സ്പെൻഡ് ചെയ്യുക. പക്ഷെ ഇവർക്ക് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റിച്ചർ ഫാമിലിയെ അപേക്ഷിച്ച് അവരുടെ ഇൻകത്തിന്റെ നല്ലൊരു ശതമാനം അവർ സ്പെൻഡ് ചെയ്യുന്നത് ലക്ഷറി ഗുഡ്സിലായിരിക്കും. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഏംഗൽസ് ലോയില് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഏംഗൽസ് ലോ എന്ന് പറയുന്ന ഈ ഒരു കൺക്ലൂഷൻസിനെയാണ്. ദീസ് ചേഞ്ചസ് ഇൻ ദി പാറ്റേൺ ഓഫ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ വിത്ത് ദ റൈസ് ഇൻ ദി ഇൻകം ഓഫ് ദി ഫാമിലീസ് ഹാസ് ബീൻ കോൾഡ് ഏംഗൽസ് ലോ. അപ്പം ഏംഗൽസ് ലോയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ആസ് ദ ഇൻകം റൈസസ് എന്താണ്? പെർസെന്റേജ് എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ഓൺ നെസസിറ്റി ഗുഡ്സ് വിൽ ഫാൾ ആൻഡ് ദ പെർസെന്റേജ് ഇൻകം സ്പെൻഡ് ഓൺ ലക്ഷറി ഗുഡ്സ് വിൽ ബി റൈസിങ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഏംഗൽസ് ലോ അല്ലെങ്കിൽ ഏഞ്ചൽസ് ലോ എന്ന് വിളിക്കുക. Though Engels dealt with the relation between income and expenditure on different goods, in order to keep our analysis simple, we will describe and explain the relation between income and quantities purchased of goods. However, both type of the relation will convey the same information about individual consumption behavior. As in our analysis of Engels curve, the price of goods are held constant. The Engels curve. Thus,
the curve showing the relationship between level of income and the quantity purchased of a particular commodity has therefore been called Engels curve. അപ്പൊ ഇവിടെ നോക്കാം, ബേസിക്കലി ഈ ഏംഗൽസ് ലോയിൽ അല്ലെങ്കിൽ ഏംഗൽസ് തിയറിയിൽ നമ്മൾ പറഞ്ഞു കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറും ഇൻകവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എംപിരിക്കൽ സ്റ്റഡിയിൽ യൂസ് ചെയ്തത്. പക്ഷെ ഈ അനാലിസിസ് പിൽക്കാലത്ത് അത് എങ്ങനെയായി, ഒരു കൺസ്യൂമറുടെ ഇൻകവും അതുപോലെ തന്നെ അയാള് ഓരോ കമ്മോഡിറ്റിയില് പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിലേക്കും തമ്മിൽ ഇതിനെ ചേഞ്ച് ചെയ്യുന്നു. അപ്പം കറന്റ് അതിന്റെ ന്യൂവർ വേർഷൻ അല്ലെങ്കിൽ ഏംഗൽസ് കർവ് എന്ന് പറയുന്നത് എന്താണ്, എന്ത് റിലേഷൻഷിപ്പ് ആണ്, കൺസ്യൂമറുടെ ഇൻകം, ആ കൺസ്യൂമർ ഓരോ ഇൻകത്തില് പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെയാണ് ഏംഗൽസ് കർവിൽ നമ്മൾ കാണിക്കാം. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഏംഗൽസ് കർവിനെ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്കറിയാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇൻകം കൺസപ്ഷൻ കർവ് ആ കാണിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇൻകം കൺസപ്ഷൻ കർവ് എന്താ, ഒരു കൺസ്യൂമറിന് ഡിഫറെന്റ് ലെവൽ ഓഫ് ഇൻകം, അതായത് 300 ഉണ്ട്, 400 ഉണ്ട്, 500 ഉണ്ട്. ഈ ഡിഫറെന്റ് ലെവൽ ഓഫ് ഇൻകത്തില് കൺസ്യൂമറുടെ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും ടാൻജൻസി ചെയ്യുന്ന ഇക്വിലിബ്രിയം പോയിന്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ IC കർവ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എന്താണ് എക്സ് ആക്സിസ് കമ്മോഡിറ്റി എക്സും വൈ ആക്സിസ് കമ്മോഡിറ്റി വൈയും ആണ് നമ്മൾ കാണിച്ചിരുന്നത്. അപ്പം നമുക്കറിയാം നമ്മൾ ഈ ഏംഗൽസ് കർവ് ഡിറൈവ് ചെയ്യുന്നത് എന്താ, ഏംഗൽസ് കർവ് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് എക്സ് ആക്സിസ് കമ്മോഡിറ്റി എക്സ് തന്നെയാണ്, ഇപ്പുറത്ത് കാണിച്ച പോലെ എക്സ് തന്നെയാണ് എക്സ് ആക്സിസ്, പക്ഷെ വൈ ആക്സിസ് നമ്മൾ കാണിക്കുന്ന ഇൻകം ആണ്. അപ്പം ഈ കൺസ്യൂമറുടെ ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് എത്രമാത്രം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് കൊണ്ടുവരുന്നു അതിനെയാണ് ഏംഗൽസ് കർവിൽ കാണിക്കുക. അല്ലെങ്കിൽ ഏംഗൽസ് കർവിൽ നമ്മൾ കാണിക്കുന്നത് എന്താ, ഓരോ ലെവൽ ഓഫ് ഇൻകത്തില് കൺസ്യൂമറുടെ ഗുഡ് എക്സിന്റെ ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസിനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡിനെയാണ് കാണിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇത് എന്തിനോട് സിമിലർ ആണ്, നമ്മൾ ഡിമാൻഡ് കർവിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഡിമാൻഡ് കർവിൽ നമ്മൾ എക്സ് ആക്സിസ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടും വൈ ആക്സിസ് നമ്മൾ പ്രൈസും കാണിച്ചിരുന്നു. പക്ഷെ ഇവിടെ ഏംഗൽസ് കർവ് ആണെങ്കിൽ എന്താണ്, എക്സ് ആക്സിസ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടും വൈ ആക്സിസ് കാണിക്കുന്ന ഇൻകം ആണ്. അതായത് ഡിഫറെന്റ് ലെവൽ ഓഫ് ഇൻകത്തില് എത്രമാത്രം ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി ഡിമാൻഡ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ആയിരുന്നപ്പോ ഇവിടെ നമ്മൾ വൈ ആക്സിസ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൈ ആ കാണിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അതുകൊണ്ട് ഇവിടെ എന്താണ് ഒരു ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ ഈ കൺസ്യൂമർ ഇക്വിലിബ്രിയം പറയുമ്പോൾ അവിടെ രണ്ട് കമ്മോഡിറ്റീസ് ആയിരുന്നു. പക്ഷെ ഏംഗൽസ് കർവില് ഒരു കമ്മോഡിറ്റി എത്രമാത്രം ഡിമാൻഡ് ചെയ്യും എപ്പം ഓരോ ലെവൽ ഓഫ് ഇൻകത്തിൽ കൺസ്യൂമർ, അതാണ് ഏംഗൽസ് കർവിൽ കാണിച്ചിരിക്കുന്നത്. And Engels curve is derived from the income consumption curve. In our analysis of Engels curve, we related quantity purchased of a commodity rather than expenditure on it to the level of consumers' income. അപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടതാണ് ഏംഗൽസ് കർവിൽ നമ്മൾ കാണിക്കുന്നത് എന്താ, ഓരോ ലെവൽ ഓഫ് ഇൻകത്തില് കൺസ്യൂമർ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി എത്രമാത്രം ഡിമാൻഡ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ഏംഗൽസ് കർവ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക, ഈ EC എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഏംഗൽസ് കർവ്. 300, 400, 500 എന്ന് പറയുന്ന ഡിഫറെന്റ് ലെവൽ ഓഫ് ഇൻകത്തില് Q1, Q2, Q3 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെയാണ് ഇവിടെ ഡിമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഈ പറഞ്ഞിരിക്കുന്ന കർവിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ ഓരോ സ്ലൈഡിൽ തന്നിരിക്കുന്നത്, നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് വായിച്ചു നോക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഏംഗൽസ് കർവിന്റെ സ്ലോപ്പിനെ കുറിച്ച്. ഈ സ്ലോപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സീൻ ഫ്രം ദി പാനൽ ബി, Engels curve for normal good is upward sloping, which shows that income increases consumer by more of the commodity. അല്ലെ, നമ്മൾ നേരത്തെ ഇൻകം എഫക്റ്റിനെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു അല്ലെ. ഈ അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ് ഏംഗൽസ് കർവ് എങ്കിൽ അതിന്റെ അർത്ഥം ആ ഗുഡ് എന്ന് പറയുന്നത് നോർമൽ ഗുഡ് ആണ്. ഇനി the slope of the Engels curve EC drawn in the panel B of the figure 8.33 equal the delta M by delta Q, where delta M stand for change in income and delta Q for change in quantity demanded of good X and has a positive sign. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ ഈ ഏംഗൽസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ, ഡെൽറ്റ എം ചേഞ്ച് ഇൻ ഇൻകം ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ആണ്. അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക, ഏംഗൽസ് കർവിന്റെ സ്ലോപ്പ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടുത്തെ സ്ലോപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ലോപ്പ് എന്ത് ചെയ്യാണ്, പോസിറ്റീവ് സൈൻ ആണ് അല്ലെ. നമ്മൾ പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു കർവ് ആണ് ഇവിടുത്തെ ഏംഗൽസ് കർവ് കാണിക്കുന്നത്. അപ്പം യൂഷ്വൽ കേസസിൽ ഈ പോസിറ്റീവ്ലി സ്ലോപ്ഡ് കർവ് കാണിക്കുന്നത് എന്താ, ഇൻകം കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിനും കൂടും. അതാണ് ഇവിടെ പറഞ്ഞത്, ഇൻകം കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിനും കൂടും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നോർമൽ ഗുഡിന്റെ കേസിലാണ് യൂഷ്വലി എന്ത് സംഭവിക്കുന്നത്, ഈ ഏംഗൽസ് കർവ് ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് വരിക. It is important to note that the slope of the Engels curve in figure 8.33 increases as income increases. This indicates that with every equal increase in the income,
expansion in the quantity purchased of a good successively decline. This upward sloping Engels curve with increasing slope as income rises depicts the case of necessities, consumption of which increases relatively less than income rises. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ കർവിന്റെ പ്രത്യേകത എന്താ? ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കർവ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്താണ് ഇവിടുത്തെ സ്ലോപ്പ് കൂടി വരുവാണ് അല്ലെ, ഒരു സ്റ്റീപ്പർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കർവ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റീപ്പർ ആകുന്ന എംഗൽസ് കർവ് സ്റ്റീപ്പർ ആകുന്ന അല്ലെങ്കിൽ ഈ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ അർത്ഥം എന്തുവാ? ഈ പറയുന്ന പർട്ടിക്കുലർ കമ്മോഡിറ്റി ഒരു നെസസിറ്റി ഗുഡാ. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നത് എന്ത് ചെയ്താണ്, ലെസ് ദാൻ പ്രൊപ്പോർഷണലി മാത്രമാണ് ഇൻക്രീസ് ചെയ്യുക. ഇൻകം ഇൻക്രീസ് ചെയ്ത അതേ പ്രൊപ്പോർഷനിൽ തന്നെ എന്ത് സംഭവിക്കുന്നില്ല, ഇവിടുത്തെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ലെസ് ദാൻ പ്രൊപ്പോർഷണലി മാത്രമാണ് ഇൻക്രീസ് ചെയ്യുക. ഫോർ ഇൻസ്റ്റൻസ് ഇൻ ഫിഗർ 8.33 when the Engels curve drawn in the fig 8.34 is upward sloping but is concave. This implies that the slope of the Engels curve is declining with the increase in the income. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ വേറൊരു Engels കർവിനെയാണ് സെപ്പറേറ്റ് ഈ ഒരു 8.34 കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കർവിന്റെ പ്രത്യേകത എന്താ? ഇത് കുറച്ചുകൂടെ ഫ്ലാറ്റ് ആയിക്കൊണ്ടിരിക്കുക, അതായത് സ്ലോപ്പ് എന്ത് ചെയ്യാണ്, ഡിക്ലൈൻ ചെയ്യുകയാണ് സംഭവിക്കുക. അപ്പം ഇനിഷ്യലി നമ്മൾ കണ്ടിരുന്ന കർവിൽ എന്തായിരുന്നു, Engels കർവ് ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ്, സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുമായിരുന്നു അല്ലെ. അപ്പൊ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, അത് നെസസിറ്റി ഗുഡിന്റെയാണ്. കാരണം ഇൻകം ഇൻക്രീസ് ചെയ്തതിനേക്കാളും ലെസ് ദാൻ പ്രൊപ്പോർഷണലി ആണ് അവിടെ എന്ത് ചെയ്തത്, ഔട്ട്പുട്ട് റൈസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ കർവിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, 300 നിന്ന് 400 ആയിട്ട് ഇൻകം റൈസ് ചെയ്തു, ക്വാണ്ടിറ്റി Q1 നിന്ന് Q2 ആയിട്ട് റൈസ് ചെയ്തു. ദെൻ 400 നിന്ന് 500 ആയിട്ട് ഇൻകം റൈസ് ചെയ്യുന്നു. അപ്പൊ ക്വാണ്ടിറ്റി ഔട്ട്പുട്ട് Q2 നിന്ന് Q3 ആയിട്ട് റൈസ് ചെയ്തു. അപ്പൊ ഇവിടെ നോക്കാം, ഈ പറയുന്ന ഒരു റൈസ് കണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഇൻകം റൈസ് ചെയ്തതിനേക്കാളും മോർ ദാൻ പ്രൊപ്പോർഷണലി എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് റൈസ് ചെയ്യുന്നു. അപ്പം ഇത് പറയുന്നത് യൂഷ്വൽ കേസസിൽ എന്താണ്, ഈ ലക്ഷറി ഗുഡ്സിന്റെ കേസസിലാണ് ഈ ഇൻകം കൺസപ്ഷൻ കർവിന്റെ Engels കർവിന്റെ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുന്നത്. എപ്പോഴാണോ Engels കർവിന്റെ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുന്നത് ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് പറയും, അതൊരു ലക്ഷറി ഗുഡിന്റെ Engels കർവാണ്. കാരണം ഇൻക്രീസ് ചെയ്ത ഇൻകം ഇൻക്രീസ് ചെയ്തതിനേക്കാളും മോർ ദാൻ പ്രൊപ്പോർഷണലി എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് റൈസ് ചെയ്യുന്നു. ആ സിറ്റുവേഷൻ ആണ് ലക്ഷറി ഗുഡ്സിൽ വരിക. ഇനി നെസസിറ്റി ആയിരുന്നെങ്കിൽ നേരെ തിരിച്ച് എന്താണ്, ഈ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്നു. സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ എന്താണ്, ഇൻകം റൈസ് ചെയ്തതിനേക്കാളും ലെസ് ദാൻ പ്രൊപ്പോർഷണലി മാത്രമാണ് അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത്, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ നെസസിറ്റി ഗുഡ് എന്ന് വിളിക്കുക. അപ്പം അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം നമ്മള് ഏറ്റവും ആദ്യം പറഞ്ഞത് ജനറൽ കേസസിൽ ഇൻകം കൺസപ്ഷൻ കർവ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ് നോർമൽ ഗുഡിന്റെ കേസിൽ. ഈ നോർമൽ ഗുഡിൽ തന്നെ ഏതാണ്, നെസസിറ്റി ഗുഡായിട്ടും ലക്ഷറി ഗുഡായിട്ടും നമ്മൾ സെപ്പറേറ്റ് തിരിക്കുന്നുണ്ട്. ലക്ഷറി ഗുഡ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഇൻകം കൺസപ്ഷൻ കർവിന്റെ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യും. ഇനി അതുപോലെ തന്നെ ഇൻകം കൺസപ്ഷൻ കർവിന്റെ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ്, നെസസിറ്റി ഗുഡിന്റെ കേസിലാണ്. ലക്ഷറി ഗുഡിന്റെ കേസിലാണ് ഇൻകം കൺസപ്ഷൻ കർവിന്റെ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ആസ് എ കൺസ്യൂമർ ബിക്കം റിച്ചർ ഹി പർച്ചേസസ് റിലേറ്റീവ്ലി more of the commodity. Such commodities are called luxuries. For example of luxuries are air travel, luxury cars, costly woolen suits, air conditioners and costly food, etc. The Engels curve for inferior good. അപ്പോൾ അടുത്ത നമുക്ക് കാണേണ്ടത് inferior goodന്റെ Engels curve എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോർമൽ ഗുഡിന്റെ കേസിൽ നെസസിറ്റിയും ലക്ഷറി ആയിട്ട് നമ്മൾ തിരിച്ചു. ഇനി നമുക്ക് കാണേണ്ടത് ഏതാണ്, ഇൻഫീരിയർ ഗുഡിനെയാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന റൈറ്റ് ഹാൻഡ് സൈഡ് കാണിച്ചിരിക്കുന്ന കർവ് എന്താ, ആക്ച്വലി ഇൻഫീരിയർ ഗുഡിന്റെ Engels curve ആണ്. അതെന്താണ്, ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. നിങ്ങൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു, നോർമൽ ഗുഡിന്റെ കേസിൽ Engels curve പോസിറ്റീവ്ലി സ്ലോപ്ഡ് വരാനുള്ള മേജർ റീസൺ എന്താ, ഇൻകം എഫക്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു പോസിറ്റീവ്ലി സ്ലോപ്ഡ്. ഇനി അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നെസസറി ഗുഡായിട്ടോ ലക്ഷറി ഗുഡായിട്ടോ, അത് അതിന്റെ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നെഗറ്റീവ്ലി സ്ലോപ്ഡ് Engels curve വരുന്ന ഏതിനാണ്, ഇൻഫീരിയർ ഗുഡ് ആണ്. In the case of inferior good, consumption of the commodity declines as income increases. The Engels curve of the inferior good is drawn in the figure 8.35, which is backward bending, indicating a fall in the quantity purchased of the good as income rises. അപ്പം income rise ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് റെഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റീസിനെയാണ് നമ്മൾ Engels curve എന്താണ് നെഗറ്റീവ്ലി സ്ലോപ്ഡ് വരുന്നത്. ഇവിടെ നോക്കാം,
300 ആയിരുന്നപ്പം ഇവിടുത്തെ Q1 ആണ്, ഇവിടുത്തെ കാണിച്ചിരുന്ന ഈ Q1 ആണ് എന്ത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് വരിക. 400 ആയപ്പോ എന്ത് സംഭവിച്ചു, Q1 ന്ന് Q2 ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ദെൻ 400 ന്ന് 500 ആയപ്പോ അഗെയിൻ എന്ത് ചെയ്തു, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ഇൻകം കൂടുമ്പോ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പം ഏംഗൽസ് കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും, ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഷേപ്പ് ആണ് ഏംഗൽസ് കർവിന് ഇൻഫീരിയർ ഗുഡിന് വരിക. ഓക്കെ, ഇനി അത് കൂടാതെ നമ്മൾ ഇനി കാണുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് ന്യൂട്രൽ കമ്മോഡിറ്റീസ് എന്ന് വിളിക്കുക. അപ്പൊ ന്യൂട്രൽ കമ്മോഡിറ്റീസ് യൂഷ്വലി എന്താണ്, വെർട്ടിക്കൽ ഏംഗൽസ് കർവിലാണ് നമ്മൾ കാണിക്കുക. അതായത് ഇവിടെ ഇൻകം റൈസ് ചെയ്താലും ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടില് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഡിമാൻഡിൽ എന്ത് ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ലെങ്കിൽ അതെന്താണ്, ന്യൂട്രൽ ഗുഡിന്റെ കേസിലാണ് വരിക. The Engels curve of the shape of the vertical straight line shows that a person goes on consuming the same amount of a commodity whatever the level of his income. For example, the quantity of common salt purchased by the family remained the same, determined as it is by the food habit with the increase in their income. അപ്പം ഇവിടെ നോക്കാം, ഇവിടെ എന്താ സംഭവിക്കുന്നത്, സോൾട്ട് എന്ന് പറയുന്ന കമ്മോഡിറ്റി ആക്ച്വലി എന്താണ്, ഒരു ന്യൂട്രൽ ഗുഡ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. കാരണം ഇവിടെ കൺസ്യൂമറുടെ ഇൻകം എത്ര ആയിക്കോട്ടെ, അത് കൂടുതലായിക്കോട്ടെ കുറവായിക്കോട്ടെ, ഈ സോൾട്ട് ഡിമാൻഡ് ചെയ്യുന്നതിൽ കാര്യമായിട്ടുള്ള ഡിമാൻഡ് ചേഞ്ച് വരില്ല, ഇൻകത്തിൽ എത്ര ചേഞ്ച് വന്നാലും. അതുകൊണ്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ ഗുഡിനെ നമ്മൾ എന്താണ്, വെർട്ടിക്കൽ ഏംഗൽസ് കർവ് വഴിയാണ് ഡിനോട്ട് ചെയ്യുക. അപ്പം വെർട്ടിക്കൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെർട്ടിക്കൽ ഏഞ്ചൽസ് കർവ് വരുന്നത് എവിടെയാണ്, എപ്പോഴാണോ ഒരു കമ്മോഡിറ്റി ന്യൂട്രൽ ആവുന്നത് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലാണ്. അപ്പൊ മേജർ ആയിട്ടുള്ള കൺക്ലൂഷൻസിലേക്ക് നമുക്ക് ഏംഗൽസ് കർവിന്റെ അല്ലെങ്കിൽ ഏഞ്ചൽസ് ലോയുടെ മേജർ കൺക്ലൂഷനിലേക്ക് നോക്കാം. ആസ് ദ ഇൻകം ഇൻക്രീസസ് the percentage expenditure on necessities of life decreases and vice versa. ഇൻകം കൂടുമ്പോൾ നെസസിറ്റി ഗുഡ് ആയിട്ടുള്ള ഫുഡ് പോലുള്ള ഐറ്റംസിലുള്ള എക്സ്പെൻഡിച്ചർ, പെർസെന്റേജ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. The percentage expenditure on luxuries and other cultural recreational wants, education, health, etc. increases with an increase in the income and decreases when income decreases. അല്ലെ, അപ്പം ഈ ലക്ഷറി ഗുഡ്സും അല്ലെങ്കിൽ റിക്രിയേഷണൽ ഐറ്റംസിനും എന്ത് സംഭവിക്കും, ഇൻകം കൂടുന്നതനുസരിച്ച് ഇവരുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ആസ് ഫോർ ലോഗിംഗ് ഓർ റെന്റ്, ഫ്യൂവൽ ആൻഡ് ലൈറ്റ്, percentage expenditure is generally the same for all income. അപ്പം ഈ പറയുന്ന ഹൗസിംഗ് അല്ലെങ്കിൽ ഫ്യൂവൽ ലൈറ്റ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് എന്താ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകുന്നില്ല. അപ്പൊ ഇങ്ങനെ 3 മേജർ കൺക്ലൂഷൻസ് ആണ്. അപ്പം ഈ 3 മേജർ കൺക്ലൂഷൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ആദ്യം എന്താണ് ഏംഗൽസ് കർവ് എന്നുള്ളത്. അപ്പൊ ഏംഗൽസ് കർവ് കാണിക്കുന്നത് എന്താ, ഒരു കൺസ്യൂമറുടെ ഇൻകം ആ കൺസ്യൂമർ ഡിഫറെന്റ് ലെവൽ ഓഫ് ഇൻകത്തില് പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെയാണ് ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെയാണ് ഏംഗൽസ് കർവ് കാണിക്കുക. അപ്പം ഈ നോർമൽ കേസസിൽ, നോർമൽ ഗുഡിന്റെ കേസിൽ ഏംഗൽസ് കർവ് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. ഈ പോസിറ്റീവ്ലി സ്ലോപ്ഡ് ഏംഗൽസ് കർവിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ഒന്ന് നെസസിറ്റി ആയിട്ടും മറ്റൊന്ന് ലക്ഷറി ആയിട്ടും. നെസസിറ്റി ആണെങ്കിൽ ഏംഗൽസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, ഒരു കുത്തനെ സ്ലോപ്പ് ആയിട്ട് മാറുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു കുത്തനെ സ്ലോപ്പ് ആയിട്ട് മാറുവാണെങ്കിൽ അതെന്താണ്, നെസസിറ്റി ഗുഡ് ആണ്. ഇനി ഒരു കോൺകേവ് ഷേപ്പ് ഏംഗൽസ് കർവിന് വരുവാണെങ്കിൽ അതെന്താണ്, അതൊരു ലക്ഷറി ഗുഡ് ആണ്. കാരണം ഇൻകം ഇൻക്രീസ് ചെയ്തതിനേക്കാളും മോർ ദാൻ പ്രൊപ്പോർഷണലി എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് റൈസ് ചെയ്യുന്നു, ഔട്ട്പുട്ട് ഡിമാൻഡ് ചെയ്യുന്ന റൈസ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മൂന്നാമത്തത് ഏതാണ്, ഇൻഫീരിയർ ഗുഡ്. ഇൻകം എഫക്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫീരിയർ ഗുഡിന്റെ കേസിൽ ഏംഗൽസ് കർവ് എന്താണ്, ഒരു നെഗറ്റീവ്ലി സ്ലോപ്ഡ് കർവ് ആണ് ഏംഗൽസ് കർവ് വരിക. ലാസ്റ്റ് വൺ ആണ് ന്യൂട്രൽ ഗുഡ് അല്ലെങ്കിൽ ന്യൂട്രൽ കമ്മോഡിറ്റീസ്. ന്യൂട്രൽ കമ്മോഡിറ്റീസ് കേസിൽ വെർട്ടിക്കൽ ഷേപ്പ് ആണ് ഏംഗൽസ് കർവിന് വരിക. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ക്വസ്റ്റ്യൻസിലേക്ക് വരാം. The Engels curve relate consumption of a good to income, demand, price and market demand, taste and preference. അപ്പം ഏംഗൽസ് കർവില് ഒരു പർട്ടിക്കുലർ ഗുഡിന്റെ കൺസംപ്ഷനും എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. നമുക്കറിയാം ഏംഗൽസ് കർവിൽ എന്താണ്, എക്സ് ആക്സിസിൽ കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടും വൈ ആക്സിസിൽ ഇൻകവും ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ട് വരിക. Next one, according to Ernest Engel, as income increases, the proportion of budget spent on food will fall. The proportion of budget spent on housing and clothing will remain constant. The proportion of budget spent on all other good will increase. അപ്പം കൺക്ലൂഷൻസ് ചോദിച്ചിരിക്കുന്നത് ഏംഗൽസ് ലോയുടെ കൺക്ലൂഷൻസ് ആ. ഫസ്റ്റ് വൺ ഏതാണ്, the proportion of budget spent on food will fall. ഫുഡ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നെസസിറ്റി ഗുഡ് ആണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് വൺ,
The proportion of budget spent on housing and clothing will remain constant. Exactly correct. Housing, clothing ഒക്കെ എന്താണ് യൂഷ്വലി ന്യൂട്രൽ ഗുഡ്സ് ആണ്. അതുകൊണ്ട് അതിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരില്ല. Engels curve vertical curve ആയിരിക്കും. The proportion of budget spent on all other goods will increase. All other goods എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ലക്ഷറി ഗുഡ്സ് മാത്രം അവിടെ ഉള്ളത്. ലക്ഷറി ഗുഡ്സിന്റെ കേസിൽ ഈ ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യുന്നത് എന്താ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ 1 ഉം 2 ഉം 3 ഉം എന്താണ് ആക്ച്വലി റൈറ്റ് ആണ്. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, ദ ഏംഗൽസ് ഫോർ എ ഗിഫൺ ഗുഡ് ഈസ്. അപ്പൊ ഗിഫൺ ഗുഡിന്റെ ഏംഗൽസ് കർവ് എന്താണെന്ന് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം ഈ ഗിഫൺ ഗുഡ് എന്ന് പറയുന്നത് മുന്നത്തെ ക്ലാസ്സുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഗിഫൺ ഗുഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ ഒരു ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ് തന്നെയാണ്. ഗിഫൺ ഗുഡ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഒരു ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ് തന്നെയാണ്. അപ്പൊ ഇൻഫീരിയർ ഗുഡിന്റെ ഒരു സബ് കാറ്റഗറി ആയിട്ട് നമുക്ക് എന്തിനെ പറയാം? ഗിഫൺ ഗുഡിനെ പറയാം. ബൈ ഡെഫിനിഷൻ നമ്മൾ ഗിഫൺ ഗുഡിനെ പറയുന്നത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ചെയ്യണം. ഇതാണ് ഗിഫൺ ഗുഡ്. പക്ഷെ ഈ ഗിഫൺ ഗുഡ് എന്ന് പറയുന്നത് എന്താ ഒരു കാറ്റഗറി ഓഫ് ഇൻഫീരിയർ ഗുഡ്. അതായത് ഓൾ ദി ഗിഫൺ ഗുഡ്സ് ആർ ഇൻഫീരിയർ ഗുഡ് ബട്ട് ഓൾ ദി ഇൻഫീരിയർ ഗുഡ്സ് ആർ നോട്ട് ഗിഫൺ എന്ന് പറയാം. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഗുഡ്സുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാം. അപ്പം ഈ എന്തുകൊണ്ടാണ് ഗിഫൺ ഗുഡിനെ നമ്മൾ ഇൻഫീരിയർ ഗുഡിന്റെ ഒരു കാറ്റഗറി ആയിട്ട് പറയുന്നത്? ഈ ഇൻകം എഫക്ട് എന്ന് പറയുന്നത് ഗിഫൺ ഗുഡിലും ആക്ച്വലി എന്ത് തന്നെയാണ് ഒരു നെഗറ്റീവ് ആണ്. ഇൻകം എഫക്റ്റ് എന്താണ് ഒരു നെഗറ്റീവ് ആണ് ഈ ഗിഫൺ ഗുഡിന്റെ കേസിലും ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ഇൻകം എഫക്റ്റ് ഉള്ള ഒരു കമ്മോഡിറ്റിയുടെ ഏഞ്ചൽസ് കർവ് അല്ലെങ്കിൽ ഏംഗൽസ് കർവ് എന്തായിരിക്കും? ഒരു നെഗറ്റീവ്ലി സ്ലോപ്ഡ് കർവ് ആയിരിക്കും. പോസിറ്റീവ് ഇൻകം എഫക്ട് വരുന്നതിനാണ് പോസിറ്റീവ് സ്ലോപ്പ് വരിക. അത് നെസസിറ്റി ലക്ഷറിയുടെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഇനി ഈ ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ ഇൻകം എഫക്ട് നെഗറ്റീവ് ആയിട്ടുള്ള, അതുകൊണ്ട് ഏംഗൽസ് കർവ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആ. ഈ ഇൻഫീരിയർ ഗുഡിന്റെ അതേ കാറ്റഗറി തന്നെയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു സബ് കാറ്റഗറിയാണ് ഗിഫൺ ഗുഡ് എന്ന് പറയുന്നത്. അതിനും ഇൻകം എഫക്ട് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏംഗൽസ് കർവ് എന്തായിരിക്കും? നെഗറ്റീവ്ലി സ്ലോപ്ഡ് കർവ് ആയിരിക്കും. നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, the Engels law state that the proportion of total expenditure on necessary good decline as income increases. The proportion of total expenditure on luxury good decline as income increases. The proportion of total expenditure on necessary good increases as income increases. The proportion of total expenditure on necessary good remain the same as income increases. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്ന Engels curve conclusions ആണ്. First one, the proportion of total expenditure on necessary good decline as income increases. Exactly correct ആണ്. നെസസറി ഗുഡിന്റെ കേസിൽ ഇൻകം റൈസ് ചെയ്യുമ്പോൾ അവരുടെ പെർസെന്റേജ് ഓഫ് എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ഓൺ നെസസറി എന്താണ്? ഡിക്ലൈനിങ് ആണ്. റൈറ്റ് ആണ്. The proportion of total expenditure on luxury good decline as income increases. അല്ല, ലക്ഷറി ഗുഡിന്റെ കേസിൽ പ്രപ്പോർഷൻ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ഇനി the proportion of total expenditure on necessary good increases as income increases. അല്ല, നെസസറി ഗുഡിന്റെ കേസിൽ ഡിക്രീസ് ചെയ്യാണ്. The proportion of total expenditure on necessary good remain the same as income increases. അല്ല, ന്യൂട്രൽ ഗുഡിന്റെ കേസിലാണ് ഈ പെർസെന്റേജ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ചേഞ്ച് ചെയ്യാതിരിക്കുന്നത്. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ട് വരിക. Then the curve that shows the amount of commodity that the consumer would purchase per unit time at various level of income. Consumers demand curve, Engels curve, price consumption curve, margin utility curve. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ തന്നിരിക്കുന്ന ഇത് എമൗണ്ട് ഓഫ് കമ്മോഡിറ്റിയും കൺസ്യൂമറുടെ ഇൻകവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഏതാണ്? ഏംഗൽസ് കർവ് ആണ്. ഡിമാൻഡ് കർവ് എന്താണ്? കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പർച്ചേസ് ചെയ്യുന്നതും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഏംഗൽസ് കർവിലാണ് ഇൻകവും ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഡിമാൻഡും ആണ് എവിടെ കാണിക്കുക? ഏംഗൽസ് കർവിൽ കാണിക്കുക. അതുകൊണ്ട് തന്നെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കർവ് ആണ് ഏംഗൽസ് കർവ് എന്ന് പറയുന്നത്. ഏംഗൽസ് കർവ് ആക്ച്വലി എന്ത് തന്നെയാ? സിമിലർ, അതായത് നമ്മുടെ ഇൻകം കൺസംപ്ഷൻ കർവിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഒരു മറ്റൊരു കർവ് ആണ്. അവിടെ നമ്മൾ കാണിക്കുന്നത് കൺസ്യൂമറുടെ എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഡിമാൻഡും വൈ ആക്സിസിൽ കാണിക്കുന്നത് ഇൻകവും ആണ്. ഡിഫറെന്റ് ഇൻകം ലെവലിൽ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി എത്രമാത്രം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഇത് അറിഞ്ഞിരിക്കുക. താങ്ക് യു.